ടെക് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരമനയാറിൻ്റെ തീരത്താണ്, അല്ലെങ്കിൽ നമ്മൾ നെടുമങ്ങാട് വെള്ളനാട് അതിനിടയ്ക്കായിട്ട് കൂവക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കരമനയാറിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ, അത് 3ാമത്തെ വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ കൂട്ടുവാനും അതുപോലെ തന്നെ ഇവിടെയുള്ള മണലും ചെളിയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. 1-2 ദിവസങ്ങളല്ല, വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ 1-2 ഡ്രഡ്ജറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ, അതായത് ചെളിയും റിസർവോയറിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചെളി മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ മണൽ വേർതിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇവിടുത്തെ മണൽ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ പരിപാടികളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വെള്ളം അടിച്ച്, അല്ലെങ്കിൽ വെള്ളവും ചെളിയായിട്ടൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അത് വാഷ് ചെയ്തതിന് ശേഷം അപ്പുറത്ത് മണൽ കൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിരുന്നു. അത് കാണാത്തവർക്കാണ് കേട്ടോ. തിരുവനന്തപുരം നെടുമങ്ങാട് വെള്ളനാട് പോകുന്നതിന് ഇടയ്ക്കുള്ള മെയിൻ റോഡിനുള്ള ഒരു സ്ഥലമാണ് കൂവക്കുടി എന്ന് പറയുന്നത്. ആ കൂവക്കുടി പാലത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു വലിയൊരു പദ്ധതി ഇവിടെ നടക്കുന്നത്. അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ ഏരിയകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും ചെളിയും പായലും അതുപോലെ തന്നെ ഈ വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്ന മണലും അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എടുക്കുക എന്നുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങളെടുത്ത് ഈ അരുവിക്കര റിസർവോയർ ഭാഗങ്ങളൊക്കെ ഇതുപോലുള്ള ഡ്രഡ്ജ് ചെയ്ത് മണൽ എടുത്ത് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വിൽക്കുവാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടക്കുന്നത് കേട്ടോ. പല ഘട്ടങ്ങളിലായിട്ടാണ് പണി പുരോഗമിച്ചത്. ആദ്യമുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും ഈ ഏരിയ ഒക്കെ എങ്ങനെ കിടന്നതാണെന്ന്. ഘട്ടമായിട്ട് പുതിയ മെഷീൻ വന്നു. ഇപ്പോൾ ഈ നിലയിൽ പണി പുരോഗമിച്ചിട്ടുണ്ട്. അതായത് പൊതുജനങ്ങൾക്ക് വാങ്ങാൻ കണക്കിന് മണൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. കരമനയാറ്റിൽ നിന്ന് വെള്ളവും ചെളിയും മണലും എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കളക്ട് ചെയ്യുന്നു. അതുവഴി അവിടെ നിന്ന് 4 പ്രാവശ്യം വാഷ് ചെയ്താണ് ഈ പ്യുവർ മണലാറ്റ് ഇവർ വേർതിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പോലെ റെഡി ടു യൂസ് ആണ്. ഇത് കൊണ്ടുപോയതിന് ശേഷം അരിക്കുകയോ ഇതിൻ്റെ പുറത്ത് വേറെ ഒരു പണിയും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണ് ഇവിടെ നിന്ന് വിൽക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ തന്നെ സെയിൽസ് മാനേജർ സംസാരിക്കുന്നതാണ്. ഞാൻ ഈ ഗുജറാത്ത് കമ്പനിയുടെ തിരുവനന്തപുരം ജില്ലയിലെ സെയിൽസ് മാനേജറാണ്. ഗുജറാത്ത് കമ്പനി ഇതേപോലെ തന്നെ വീണ്ടും കേരളത്തിലെ പല 2-3 വർക്കുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മണൽ സംബന്ധിച്ച് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം വളരെ കാലങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് ഇവിടുത്തെ MLA അടക്കം ഇവിടുത്തെ ബന്ധപ്പെട്ട കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഡാമിൽ ശുദ്ധീകരിക്കുന്ന ഇവിടെ വരുന്ന വെള്ളം, നല്ല വെള്ളം തിരുവനന്തപുരം സിറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഡാം ശുദ്ധീകരിക്കാൻ വേണ്ടി ഇതിൻ്റെ ടെൻഡർ നടപടിക്രമമായി ഗുജറാത്തിലുള്ള ഒരു കമ്പനിയാണ് ഈ ടെൻഡർ എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അത് ക്ലിയർ ആയിക്കൊണ്ട് അതിനകത്ത് പഴയകാലത്ത് ഒഴുകി വന്നിരുന്ന മണലും അതിനോടനുബന്ധിച്ച് ചെളിയടക്കം ശുദ്ധീകരിച്ച് അത് ജനങ്ങൾക്ക് നല്ല മണലായിട്ട് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഈ മണലിൻ്റെ സംവിധാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് ക്രഷറുകളിൽ ഉണ്ടാവുന്ന P-സാൻഡ് M-സാൻഡിനെ പോലെയുള്ള സംവിധാനം ജനങ്ങൾക്ക് നേരിട്ട് ഇത് ഉപയോഗിക്കാൻ, ഈ മണൽ ഉപയോഗിച്ച് നേരിട്ട് വീടുകളിൽ കൊണ്ടുപോയി വെള്ളം സിമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ തേപ്പിനും കോൺക്രീറ്റും എല്ലാം കാര്യങ്ങളും ചെയ്യാം. ഇത് പ്രത്യേകിച്ച് അരിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാനുമുള്ള എന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേച്ചർ മണലാണ്. ഒരു കാരണവശാലും ഇതിൽ വേറെ രീതിയിലുള്ള ഒരു കൃത്രിമ നടപടിക്രമങ്ങളൊന്നും ഇതിലില്ല. നല്ല രീതിയിൽ സർക്കാരിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ പിന്തുണയോട് കൂടിയിട്ട് ഈ പ്രവർത്തനം നല്ല രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ ജനങ്ങൾ വരുന്നു, മണൽ കാണുന്നു, പാസ് എഴുതി നമ്മൾ മണൽ വിറ്റുകൊണ്ടിരിക്കുന്നു. ആരാണ് ആദ്യം വരുന്നത് അവർക്ക് മുൻഗണന പ്രകാരം മണൽ കയറ്റി കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഇതിപ്പോൾ 3ാം ദിവസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലുള്ള സംവിധാന പ്രകാരം ഇപ്പോൾ ഉള്ളത് P-സാൻഡ് ടൈപ്പാണ്. അതായത് നമുക്ക് തേപ്പും അതായത് കെട്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മണലാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വാഷ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് ഇപ്പോൾ വരുന്ന മണൽ ഞങ്ങൾ ഡ്രഡ്ജ് ചെയ്ത് അത് കഴിഞ്ഞ് നല്ല വെള്ളത്തിലേക്ക് വാഷ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു കുഴിയിലേക്ക് ആക്കിക്കൊണ്ട് ഈ മണലിനെ ശേഖരിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഇതിനെ ചൂട്ടിലേക്ക് കൊടുത്ത്
ചൂട്ടിൽ നിന്ന് നമ്മൾ തിരിയുന്ന മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കൺവെയറിലേക്ക് കൊടുത്ത് അവസാന നിമിഷത്തിലാണ് ഇതിൻ്റെ പ്രോസസ്സ് 4 വാഷിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഒരു അംശം ചെളി വരെയില്ല, എല്ലാം നല്ല നേച്ചർ മണലായിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. എത്ര ആൾ വന്നാലും ഇപ്പം ലിമിറ്റായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മെഷീനറി സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഗുജറാത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2 മെഷീനറി വെച്ചാണ്. ഇപ്പം നിലവിൽ ഒരു 200 യൂണിറ്റാണ് ഒരു ദിവസം ഡെയിലി പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യക്കാർ അധികം കണ്ടമാനം ആളുകൾ ആവശ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഡ്രഡ്ജർ വരുന്നുണ്ട്, മെഷീനറി വരുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങളിതിൻ്റെ സെയിൽ കൂട്ടി ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട്. എത്ര കാലം കാണുമെന്നുള്ളത് ഇത് ഏകദേശം നമുക്കൊരു 3 വർഷം മിനിമം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ വയ്ക്കുവാനോ മൊത്തമായോ ചില്ലറയായിട്ടോ ഒക്കെ നിങ്ങൾ മണൽ ആവശ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഏകദേശം 3 വർഷമെങ്കിലും ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഇവിടെ മണൽ വിൽപ്പന ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യക്കാർ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 4 തവണയൊക്കെ വാഷ് ചെയ്തിട്ട് വരുന്ന മണലാണ്. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പായിട്ടും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.